എന്തിനാണ് ദൈവത്തിന് പണം? ഓരോ വിശ്വാസത്തിൻ്റെ പേരിലും ഓരോ പ്രാവശ്യം പണം വാങ്ങുന്ന ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല എന്നിങ്ങനെ ഒരിക്കലൊരാൾ പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. ഇതേപോലെയാണ് പല നിരീശ്വരവാദികളും മനുഷ്യരുടെ മതവിശ്വാസങ്ങളെ നോക്കിക്കൊണ്ട് ദൈവമില്ല എന്നുള്ള നിഗമനത്തിലെത്തുന്നതും ദൈവത്തിന് വിരോധമായി അവർ പല പ്രസ്താവനകളും പറയുന്നത്. ഓരോ മതത്തിലും മനുഷ്യൻ്റെ ദൈവിക പരിജ്ഞാനമനുസരിച്ച് ദൈവിക വിശ്വാസത്തിന്, ദൈവിക കാഴ്ചപ്പാടിന് വ്യത്യാസങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ മതത്തിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറവുകളും ഉണ്ടാവാം എന്ന് കരുതി മതത്തിൽ മനുഷ്യന് ദൈവിക പരിജ്ഞാനം, ദൈവിക അറിവ് തീരെ ഇല്ല എന്ന് വരുന്നില്ല. കാരണം മനുഷ്യൻ ലോകത്തിൽ മതം സ്ഥാപിക്കുന്നതിന് മുൻപ് മനുഷ്യനിൽ ഭാഗികമായി ദൈവിക പരിജ്ഞാനം ഉണ്ടായിരുന്നു. അവനിൽ ദൈവിക വിശ്വാസമുണ്ടായിരുന്നു. ഈ ദൈവവിശ്വാസത്തിനൊത്തവണ്ണം അവൻ നയിക്കപ്പെട്ടിരുന്നു. കാലക്രമേണ മനുഷ്യൻ മതം സ്ഥാപിച്ചതിന് ശേഷം ഈ ദൈവിക പരിജ്ഞാനത്തെ അവൻ്റെ ഇഷ്ടാനുസരണം പല വിധത്തിൽ ഈ മതത്തോട് ചേർത്ത് വച്ചു. അത് പിന്നീട് അവൻ്റെ സംസ്കാരമായി മാറുകയും ചെയ്തു. ഈ ഒരു വസ്തുതയിലൂടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ മതം സ്ഥാപിച്ചതിന് ശേഷം ഈ മതത്തിലൂടെയല്ല ദൈവം ഉണ്ടായത്. മനുഷ്യൻ മതം സ്ഥാപിക്കുന്നതിന് മുൻപ്, മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് ദൈവമുണ്ട്. ഈ ദൈവം സകലതിൻ്റെയും സൃഷ്ടാവാണ്. സകല സൃഷ്ടിക്കും അവൻ ദാതാവാണ്. അവൻ അങ്ങോട്ടൊന്നും കൊടുക്കണ്ട, അവൻ സകലതും ഇങ്ങോട്ട് ദാനമായി നൽകുന്നവനാണ്.